ഇറാന്റെ മിസൈൽ പ്രയോഗത്തിലെ വർധനവും വേഗതയും ഇസ്രയേലിനെയും അമേരിക്കയെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും ഒരേ സമയം പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. ഇറാന്റെ മിസൈൽ പ്രയോഗത്തിലെ വർധനയും വേഗതയും ഇസ്രയേലിനെയും അമേരിക്കയെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നതായ റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഒരേ സമയം ഇറാനെയും ഹിസ്ബുള്ളയെയും ഹൂത്തികളെയും പ്രതിരോധിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. ഇറാൻ മിസൈൽ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുന്നതിൽ ഇസ്രയേലി ഉദ്യോഗസ്ഥരും മാധ്യമങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചതായ റിപ്പോർട്ടുകളും ഇസ്രയേൽ മാധ്യമങ്ങൾ ഉൾപ്പെടെയാണ് പുറത്തുവിട്ടതും. ഇറാൻ വ്യോമ മേഖലയിൽ കടന്ന് 5000-ഓളം ബോംബുകൾ വർഷിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെടുകയും ചെയ്തിരുന്നു. ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു നീക്കത്തിനു പിന്നാലെ ഇറാനിലെ 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തങ്ങളും ആക്രമണം നടത്തിയതായി അമേരിക്കൻ ഭരണകൂടവും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളെ നിസ്സാരമായി കാണാത്ത ഇറാൻ ശക്തമായ പ്രത്യാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും ഇറാൻ തിരിച്ചടിച്ചതായി അമേരിക്കൻ നേവി അഡ്മിറൽ ബ്രാൻഡ് കൂപ്പറും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിലൊന്നായ സൗദി അറേബ്യയിലെ അറാംകോയുടെ റാസ് തനൂറ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇത് 2ാം തവണയാണ് അറാംകോ ലക്ഷ്യം വെക്കപ്പെടുന്നതും. നിലവിൽ എണ്ണ ഉൽപാദനത്തിന് തടസ്സമില്ലെങ്കിലും മേഖലയിൽ കനത്ത സുരക്ഷാ ഭീഷണി തന്നെയാണുള്ളത്. ഇതിനു പുറമെ സൗദിയിലെ CIA താവളത്തിലും ഇറാന്റെ ഡ്രോണുകൾ പതിച്ചതായി ഉദ്യോഗസ്ഥർ സ്ഥിരീകരണമുണ്ട്. യുദ്ധത്തിന്റെ കനൽ അയൽ രാജ്യങ്ങളിലേക്കും പടരുന്ന അവസ്ഥയാണിപ്പോൾ. UAE-യിൽ നടന്ന വിവിധ ആക്രമണങ്ങളിൽ വിദേശികളടക്കം 78 പേർക്ക് പരിക്കേൽക്കുകയും 100 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 129 ഡ്രോണുകളും 3 മിസൈലുകളുമാണ് UAE-ക്ക് നേരെ ഇറാൻ തൊടുത്തുവിട്ടത്. ബഹ്റൈനെ ലക്ഷ്യമാക്കി 74 മിസൈലുകളും 95 ഡ്രോണുകളും ഇറാൻ അയച്ചു. ഇതോടെ മേഖലയിലെ വ്യോമ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. യുദ്ധം ഊർജ്ജ വിപണിയെയും ബാധിച്ചിരിക്കുകയാണ്. ഖത്തർ തങ്ങളുടെ പ്രകൃതിവാതക ഉൽപാദനം പൂർണ്ണമായും നിർത്തിവെച്ചു. ഇറാൻ സൈന്യത്തിനു വേണ്ടി ചാരവൃത്തി നടത്തിയ ഏതാനും പേരെ ഖത്തർ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 ഡ്രോണുകളും 2 ക്രൂയിസ് മിസൈലുകളുമാണ് ഖത്തറിന് നേരെ ഇറാൻ പ്രയോഗിച്ചത്. ഇറാന്റെ മിസൈൽ പ്രയോഗത്തിൽ നടുങ്ങുകയാണ് ഇസ്രയേലും ഇപ്പോൾ. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.